അതേപോലെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ, ഈ വനിതകളായിട്ടുള്ള നേതാക്കന്മാർക്ക് ജന്മം നൽകിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ ഒരു വനിതാ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു ചരിത്ര മുഹൂർത്തമാണ് KR ഗൗരിയമ്മ, അല്ലേ? KR ഗൗരിയമ്മ ആരും വളർത്തിക്കൊണ്ടുവന്നതല്ല, അവര് മറ്റുള്ളവരെ വളർത്തുകയാണ് ചെയ്തത്. ആ 21 വയസ്സിൽ ആ യുവതിയെ കൊണ്ടുവരുത്തി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ആ മേയർ സ്ഥാനത്ത് കൊണ്ടിരുത്തി അതിനെ വേറൊരു പാവയാക്കി മാറ്റിയിട്ട് അവിടുത്തെ ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. കേരളത്തിൽ കോൺഗ്രസിനെ പോലെ അഭിമാനിക്കാൻ പറ്റുന്ന വേറൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലില്ല. ഏതെങ്കിലും ഒരു ആൺ മുഖ്യമന്ത്രിമാരുടെ റോൾ മോഡൽ മനസ്സിൽ വെച്ചിട്ട് അതേപടി ഒരു മുഖ്യമന്ത്രിയാകാൻ വരുന്ന വനിതയാണെന്നുണ്ടെങ്കിൽ എല്ലാം പാളിപ്പോയി. കാര്യം ആ പാട്ട് മലയാളിയുടെ DNA യിലുള്ള പാട്ടാണ്. സ്വാമിയെ അയ്യപ്പു പോറ്റിയെ കേറ്റിയെ, അല്ലേ? നമസ്കാരം സർ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അങ്ങ് കേന്ദ്രത്തിൽ നിന്നൊക്കെ നേതാക്കൾ എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാ പാർട്ടി 3 മുന്നണികളുടെയും അവരുടേതായിട്ടുള്ള നേതാക്കൾ വരുന്നുണ്ട്, ജനങ്ങളെ കാണുന്നുണ്ട്, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മോദി വന്നു, ഇന്ന് രാഹുൽ വന്നു, മല്ലികാർജുൻ ഖർഗെ വന്നു. അപ്പോൾ മോദി പൊതുവെ ഇവിടുത്തെ താൻ മുന്നോട്ട് വെക്കാൻ പോകുന്ന, കേരളത്തിന് കൊടുക്കാൻ പോകുന്ന വികസന പദ്ധതികളെ പറ്റി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ അത്യാവശ്യം സംസാരിച്ചിട്ടാണ് പോയത്. രാഹുൽ മാങ്കൂട്ടം വിഷയം സംസാരിച്ചു. പിന്നീട് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ ആയിട്ടുള്ള സ്വർണ്ണക്കൊള്ള ഒരു നേതാക്കളും വെറുതെ വിടുന്നില്ല, അതാണ് സത്യാവസ്ഥ. ഇന്ന് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് അദ്ദേഹം സ്വർണ്ണക്കൊള്ളയെ പറ്റി സംസാരിച്ചു. പാട്ട് പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എഴുതി പഠിപ്പിച്ചതായിരിക്കാം. പാട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന പോറ്റിയെ കേറ്റിയ പാട്ട് അദ്ദേഹം ഇവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നത്തെ പറ്റി പറഞ്ഞു. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നാണ് തന്റെ സ്വപ്നം. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നല്ല, എന്നാലും ഭാവിയിൽ ഉണ്ടാകണം എന്നൊരു സ്വപ്നം തനിക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാഹുൽ മുന്നോട്ട് വെച്ചത്. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി ഭാവിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമോ? എന്താ കുഴപ്പം? പാതിരക്കാവാൻ പാടില്ലേ? ഉദാഹരണത്തിന് നമുക്കൊരു നേതാവാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ഈ ഉദാഹരണത്തിന് KR ഗൗരിയമ്മ, അല്ലേ? KR ഗൗരിയമ്മ ആരും വളർത്തിക്കൊണ്ടുവന്നതല്ല, അവര് മറ്റുള്ളവരെ വളർത്തുകയാണ് ചെയ്തത്. പക്ഷെ അവരെ ഈ തടയ്ക്കപ്പെടുന്ന ഒരു രീതിയിലേക്കല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വിഷയം ഈ ഒരു രാഹുൽ ഗാന്ധി കാണുന്ന സ്വപ്നമാണ് ഒരു വനിതാ മുഖ്യമന്ത്രി. വനിതാ മുഖ്യമന്ത്രി സ്വപ്നം കാണണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതി മാറ്റണം. അതിനകത്ത് കൂടുതൽ വനിതകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് വയ്ക്കണം. ഇന്ന് കേരളത്തിലെ വനിതകളെ ക്ഷണിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനമാണ് കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്നത്? ഒരു ചിന്തിക്കുന്ന യുവതി അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനി, അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്താണ് കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നത്? അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കാണ് സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ തന്നെ നല്ല ചിന്തിക്കുകയും അതേപോലെ തന്നെ വായനയും ചിന്തയും സംഘാടക ശേഷിയും ഒക്കെ ഉള്ള വ്യക്തികൾ അവരുടെ ആ ഒരു കൗതുകത്തിൻ്റെ പേരിൽ അവരത് ശ്രദ്ധിക്കുകയും അങ്ങനെ ഇത് കൊള്ളാം, നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, എൻ്റെ വളർച്ചയ്ക്കും ആ വളർച്ചയിലൂടെ ഒരു പ്രസ്ഥാനത്തിനെ നയിച്ചുകൊണ്ട് പോകുന്നതിലും സംസ്ഥാനത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ എൻ്റെ ജീവിതത്തെ വിനിയോഗിക്കാൻ പറ്റിയൊരവസരമാണ്, അതോടൊപ്പം എൻ്റെ വളർച്ചയ്ക്കും ഇത് ഉതകുന്നതാണ് എന്ന് കാണുന്ന പക്ഷം ഈ യുവതികൾ ഇതിലേക്ക് വരികയും അവർ പ്രവർത്തിക്കുകയും അതിനകത്ത് വനിത എന്നുള്ള ഒരു പ്രാമുഖ്യത്തിൻ്റെ പേരിലല്ല, വനിത എന്നുള്ളൊരു പ്രത്യേകതയുടെ പേരിലല്ല, മറിച്ച് ഒരു നേതാവ് എന്ന നിലയിൽ അതിനകത്ത് അവർക്ക് ഉയർന്നു വരികയും ആ നേതാവ് ഉയർന്നു വന്നിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രി വരുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ വനിതകളുടെ കൂടെ നിൽക്കുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വനിതയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി വെക്കുക എന്നുള്ളൊരു സങ്കല്പത്തിലാണോ അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് മേയറാക്കിയത്. അതായത് ഞങ്ങൾ വലിയ പുരോഗമനക്കാരാണ്, CPM പറഞ്ഞു, ഞങ്ങൾ വലിയ പുരോഗമനക്കാരാണ്, ഞങ്ങൾ വനിതകളെ പരിഗണിക്കുന്നു, ഇന്നാ നിങ്ങൾക്ക് പിടിച്ച ഒരു വനിതാ മേയർ, വെറും 21 വയസ്സ്, അല്ലേ? ആ 21 വയസ്സിൽ ആ യുവതിയെ കൊണ്ടുവരുത്തി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ആ മേയർ സ്ഥാനത്ത് കൊണ്ടിരുത്തി അതിനെ വേറൊരു പാവയാക്കി മാറ്റിയിട്ട്
അവിടുത്തെ ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ അവസാനം കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. കറിവേപ്പില പോലെ എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? കറിവേപ്പില അതിനകത്ത് ഇരുന്നത് ഈ പറഞ്ഞതുപോലെ അതിന്റെ സത്തും അതിന്റെ മണവും ഒക്കെ ഊറ്റി വാങ്ങിയിട്ടാണ് നമ്മൾ എടുത്ത് കളയുന്നത്, ഇല്ലേ? അതിന്റെ ആ ഗുണം അതിനകത്ത് കിടക്കും. ഇത് അതുമില്ല, കറിവേപ്പിലയുടെ അത്ര പോലും കണക്കാക്കിയില്ല, ഇല്ലേ? കറിവേപ്പിന്റെ തണ്ട് വയ്ക്കുന്നത് പോലെ അവിടെ വെച്ചിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ എടുത്ത് കളയുകയും ചെയ്തു. അവസാനം അതിനെ പരിഗണിക്കുന്ന പോലും ഇല്ലാത്ത അവസ്ഥ വന്നു. അപ്പൊ ഇങ്ങനെ ഒരു നേതാവിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. മറിച്ച് വനിതകൾ രാഷ്ട്രീയത്തിലേക്ക് തൽപരരായി വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന സംസ്കാരം മുമ്പോട്ട് വയ്ക്കുമ്പോഴാണ് അതിനകത്തേക്ക് ആൾക്കാർ വരുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ പോലെ അഭിമാനിക്കാൻ പറ്റുന്ന വേറൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലില്ല. AV കുട്ടുമളയമ്മ ചെറിയ വ്യക്തിയായിരുന്നില്ലേ? മനസ്സിലായല്ലേ? കോൺഗ്രസിന്റെ ഒക്കെ പിന്നെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നേതാക്കന്മാരാണ്. അതേപോലെ തന്നെ ലക്ഷ്മി എൻ മേനോൻ, അതേപോലെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ, വനിതകളായിട്ടുള്ള നേതാക്കളുള്ള ഒരു സംസ്ഥാന നേതാക്കന്മാർക്ക് ജന്മം നൽകിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ സമീപകാലത്ത് വരെ ഉണ്ടായിരുന്നു കോൺഗ്രസിലെ ശക്തരായ വനിതാ നേതാക്കൾ. മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സരസ്വതി കുഞ്ഞുകൃഷ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള അതിപ്രഗത്ഭവതികളായിട്ടുള്ള കോൺഗ്രസ് വനിതാ നേതാക്കൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരു നാടാണ് കേരളവും കോൺഗ്രസ് പ്രസ്ഥാനവും. എന്തുകൊണ്ട് ഇന്ന് അത്രയും നേതാക്കൾ വരുന്നില്ല? ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇവിടെ ട്രെൻഡിങ് ആയ ഒരു ആളായിരുന്നല്ലോ വൈഷ്ണവ് സുരേഷ്. അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രൗഡ് പുള്ളിംഗ് ഉണ്ടാക്കാനും ന്യൂസ് വാല്യൂ ഉണ്ടാക്കാനും ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ആൻ ജോസഫ്, എന്റെ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു, KSUവിന്റെ വളരെ സമർത്ഥയായ ഒരു പെൺകുട്ടിയാണ്. കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും വളരെ വിശകലന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു, എനിക്ക് തോന്നുന്നു കോട്ടയത്ത് കോളേജ് വിദ്യാർത്ഥിനിയാണെന്ന് തോന്നുന്നത്. ആ കുട്ടി വളരെ നല്ല സമർത്ഥയായ ഒരു ഭാവി നമുക്ക് കാണാവുന്നൊരു നേതാവാണ്. അപ്പം അത് വനിത എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. ഒരു വനിതയ്ക്ക് കൊടുക്കുന്ന റിസർവേഷൻ പോലെയല്ല. അപ്പം ആ രീതിയിൽ ശേഷിയുള്ള വനിതകൾ മുമ്പോട്ട് വരുമ്പോഴാണ് അവർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വനിതകൾക്ക് മുഖ്യമന്ത്രി സ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴാണ് ഒരു സംസ്ഥാനത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രിയാവുന്നതിന്റെ ഗുണം ലഭിക്കുക. ഇന്ന് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വനിതാ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പല്ല, ഈ സന്ദർഭത്തില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വനിതയുടേതായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി വരണം. മറിച്ച് ഏതെങ്കിലും ഒരു ആൺ മുഖ്യമന്ത്രിമാരുടെ റോൾ മോഡൽ മനസ്സിൽ വെച്ചിട്ട് അതേപടി ഒരു മുഖ്യമന്ത്രിയാകാൻ വരുന്ന വനിതയാണെന്നുണ്ടെങ്കിൽ എല്ലാം പാളിപ്പോയി. മനസ്സിലായില്ലേ? ഒരു വനിതയുടെ കാഴ്ചപ്പാടിലൂടെ, സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുന്ന ഒരു നേതൃ സ്വഭാവമുള്ള വ്യക്തിയുടെ മുഖ്യമന്ത്രി സ്ഥാനം ശരിക്കും പറഞ്ഞാൽ ദാഹിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത് ജസീന്ത. അവരിലേക്ക് നമ്മൾ നോക്കേണ്ടതാണ്. അവരെങ്ങനെയാണ് അവരുടെ കാലഘട്ടത്തിൽ അവരെ ഭരണം നിർവഹിച്ചതെന്നും അവരുടെ സമീപനങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ജസീന്തയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അവർ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അവർ നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് പോകണം, രണ്ടാമതൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാനായിട്ട് അവർ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇനി അവർ ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരുമായിരിക്കാം. പക്ഷെ അവിടെയാണ് അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണുന്നത്. അതിഗംഭീരമായി അതിമനോഹരമായി ഒരു രാജ്യത്തെ ഭരിച്ചിട്ട് അവരുടെ വ്യക്തിപരമായ ജീവിതം നോക്കണം. അവരവിടെ ഒരു സത്യസന്ധത കാണിച്ചു. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എൻ്റെ അമ്മയ്ക്കുണ്ട് എന്നുള്ള ഉത്തരവാദിത്വമാണ് ആ ജസീന്തയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ കാഴ്ചപ്പാട്, ഉദാഹരണത്തിന് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അമ്മയുടെ സാന്നിധ്യം വളരെ അടിയന്തരമായ ആവശ്യം അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ഒരു വനിതാ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥരായ വനിതകളുടെ ക്ഷേമത്തിൽ, അവർക്ക് കുട്ടികളുണ്ടാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം അവർക്ക് കൂടുതൽ കുഞ്ഞിൻ്റെ അടുത്ത് ചെലവഴിക്കാൻ സമയം നൽകേണ്ടത്,
എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴത്തേക്കാണ് അതിനനുസൃതമായ നിയമനിർമ്മാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ മത്സരിക്കുന്ന വനിതകളെ പറ്റി മാത്രം നമുക്കൊന്ന് ആലോചിക്കാം. ഒന്ന് ബിന്ദു കൃഷ്ണ മത്സരിക്കുന്നുണ്ട്, കെ രമ മത്സരിക്കുന്നുണ്ട്, ഐഷ പോറ്റി മത്സരിക്കുന്നുണ്ട്, അതേപോലെ രമ്യ ഹരിദാസ് ഉണ്ട്, ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്നുണ്ട്, പിന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥികളുണ്ട്, അതെ രണ്ടുപേരുണ്ട്, പിന്നീട് ജയന്തി ഉണ്ട്, തുളസി ഉണ്ട്. അപ്പൊ ഇത്തരം ഒരു നിരയോ ആൾക്കാരാണ് നമ്മുടെ വനിതാ പ്രതിനിധികളായി മത്സരിക്കുന്നത്. ഇത് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവരിൽ ആ ഒരു ആർജവമുള്ള ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്ന സ്വപ്നമാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ നമ്മൾ തെരഞ്ഞെടുപ്പ് ഇപ്പം നമ്മുടെ യാഥാർത്ഥ്യമാണ്. അദ്ദേഹം അവിടെ സ്വപ്നവും യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ച് വേർതിരിക്കേണ്ട ഒരു അത്യാവശ്യം വേർതിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ സ്വപ്നമാണെങ്കിൽ പറയണം, ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേള സ്വപ്നം കാണാനുള്ള സമയമല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയം എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കാണാനുള്ള സമയം. അല്ല, ആ ഒരു സ്വപ്നം നിർവഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഇവിടെ തിരിച്ചു വന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നൊരു ധ്വനിയാവില്ല. അല്ല, അദ്ദേഹത്തിന് വേണേ പറയാമായിരുന്നു, ഇപ്പൊ ഞങ്ങൾ ഇത്ര വനിതകളെ മത്സരിപ്പിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് ഞങ്ങൾ ഈ അടുത്ത കോൺഗ്രസ് അധികാരത്തിൽ വരികയും ഞങ്ങളൊരു വനിതയാണ് മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത്, അങ്ങനെയാണ് പറയേണ്ടത്. മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഒന്ന് സ്വപ്നമല്ല പറയേണ്ടത്, ഞങ്ങൾ എന്ത് ചെയ്യും എന്നാ പറയേണ്ടത്. പദ്ധതികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞു. 5 ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാഹുലിന്റെ 5 ഗ്യാരണ്ടി 5 ഗ്യാരണ്ടി വളരെ വ്യക്തമായിട്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. 6ാമത്തെ ഗ്യാരണ്ടി ആയിട്ട് ഭാവിയിലെ ഈ അത് സ്വപ്നമാണ്. സ്വപ്നം ഈ തെരഞ്ഞെടുപ്പിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് രാഹുലിന് ഭയങ്കരമായിട്ടുള്ള ഒരു സഹോദരി സ്നേഹമുള്ള വ്യക്തിയും കൂടെയാണ്. അത് പ്രിയങ്കയായിട്ടൊക്കെ ഉള്ള കണ്ടിട്ടില്ലേ, സഹോദരി സ്നേഹമുണ്ട്, മാതൃസ്നേഹമുണ്ട്, മുത്തശ്ശിയുടെ സ്നേഹം. അതുണ്ട്. അപ്പം ഈ പാർലമെന്റിലൊക്കെ ഇരിക്കുമ്പം പിന്നെ പ്രിയങ്കയുടെ കവിളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. ഇനി അങ്ങനെ വല്ല ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ ഈ കോൺഗ്രസിന് നേതാക്കന്മാരെല്ലാം കൂടെ കിടന്ന് തമ്മിലടിക്കുമ്പോൾ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തമ്മിലടിക്കുന്ന സമയത്ത് ജയിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ആരും ഇനി ബഹളം വെക്കേണ്ട ഒരു കാര്യം, ഞാൻ പിന്നെ വയനാടിന്റെ MP പ്രിയങ്ക ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വേണേ പ്രിയങ്ക ഒരു മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ഉദ്ദേശിച്ചല്ല അദ്ദേഹം ഈ ഒരു വനിതാ മുഖ്യമന്ത്രി സ്വപ്നം പങ്കുവച്ചെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പാട്ടിന് ഇവിടെ ആലാപനം തുടക്കം കുറിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ആ ഒരു പാട്ട് വീണ്ടും ട്രെൻഡിങ് ആയി നമ്മുടെ ഈ ഭരണപക്ഷത്തിന്റെ ചങ്കിൽ തീ കോരി ഇടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാൻ, ആ പാട്ട് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് LDF ദോഷം ചെയ്യും. കാര്യം ആ പാട്ട് മലയാളിയുടെ DNA യിലുള്ള പാട്ടാണ്. സ്വാമിയെ അയ്യപ്പു പോറ്റിയെ കേറ്റിയെ ഇല്ലേ. അപ്പൊ അത് പെട്ടെന്ന് അതിമനോഹരമാണ്. അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നതും വരികൾ തന്നെയാണ് അതിന്റെ പ്രധാനം. അപ്പൊ അത് പാട്ട് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അത് ഇടതുമുന്നണിക്ക് വലിയ ദോഷം തന്നെ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല.